ഡിസൈൻ, എഞ്ചിനീയറിംഗ്, ഡെവലപ്മെന്റ്, നിർമ്മാണം എല്ലാം ഇന്ത്യയിൽ തന്നെ നടന്ന ഒരു കാറാണ് ടാറ്റ ഇൻഡിക. ടാറ്റ മോട്ടോഴ്സ് 1998 ഇത് നിർമ്മിച്ചത്. പരാജയമാകുമെന്ന് കരുതിയതിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുകയും സാധാരണക്കാരെ ലക്ഷ്യമാക്കി ബജറ്റ് ഫ്രണ്ട്ലി ആയി നിർമ്മിക്കുകയും ലോഞ്ചിനോടൊപ്പം തന്നെ 1,00,000-ലധികം ബുക്കിംഗ് ലഭിക്കുകയും ചെയ്തു. ആദ്യ മോഡലുകൾക്ക് കുറച്ച് നിരൂപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉടൻ തന്നെ ഇൻഡിക V2 എന്ന പതിപ്പ് അവതരിപ്പിക്കുകയും വൻ വിജയമാവുകയും ചെയ്തു. ഇന്ത്യയിലെ ടാക്സി വിപണിയിലും ജനപ്രീതി നേടി. റോവർ, സിറ്റി റോവർ എന്ന പേരിൽ UK-യിലേക്കും ഇൻഡിക എക്സ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ കാർ ഒരു വിദേശ ബ്രാൻഡായി മാറുന്നത് ആദ്യമായായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇൻഡിക പഴയ രൂപവും പുതിയ മോഡലുകളുടെ മത്സരവും ഡിമാൻഡ് കുറയാൻ കാരണമായി. 2018 ടാറ്റ ഇൻഡിക്കയുടെ ഉത്പാദനം അവസാനിപ്പിച്ചു. ചുരുക്കത്തിൽ ടാറ്റ ഇൻഡിക ഇന്ത്യയുടെ ആദ്യ സ്വദേശി കാറാണ്. രത്തൻ ടാറ്റയുടെ സ്വപ്നം ഇന്ത്യയിലെ കാർ വ്യവസായത്തിൽ പുതിയ വഴിത്തിരിവായിരുന്നു.